നാസർ കോളായി ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട സെമിനാർ നടക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. പ്രതിപക്ഷ നേതാവടക്കം UDFിൻ്റെ നേതൃത്വമടക്കം നല്ല സർട്ടിഫിക്കറ്റ് നൽകിയ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ഇനി അവർക്ക് ആശയപ്രചരണത്തിന് തടസ്സം നിൽക്കുന്നത് ഇടത് സംഘടനകൾ മാത്രമാണ്. അവരെ എല്ലാം RSS ഹിന്ദുത്വ ചാപ്പയടിച്ച് നിർത്താൻ കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് നാളായി ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഏത് രീതിയിൽ ഈ രാഷ്ട്രീയം, ജമാഅത്ത് രാഷ്ട്രീയം UDFിനെയും കേരളത്തെയും സ്വാധീനിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം അപകടകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകും. കാരണം ഇന്ത്യ ഭരിക്കുന്നത് RSSന്റെ രാഷ്ട്രീയ മുഖമായ BJP ആണ്. RSS ഉണ്ടായത് 1925-ലാണ്. അവർ 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. RSS ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കണം എന്ന രാഷ്ട്രീയ വാദമുഖമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൃത്യമായ തത്വശാസ്ത്രം. അതിൽ അവർക്ക് ഒരു മാറ്റവും. അത് ഉണ്ടായ കാലത്തും 1941-ലാണ് അവിഭക്ത ഇന്ത്യയിലെ ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ ദൈവേതര വ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അവർ തൗഹീദ്, വിശ്വാസത്തിന് വിരുദ്ധമായും അനുവദനീയതുമല്ലാത്തതുമായ ആണെന്ന നിലപാട് ആരംഭം മുതൽ ജമാഅത്തിനുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെപ്പറ്റി ഒരു പുനരാലോചനയും പിന്നീട് വേണ്ട എന്ന് ശൂറ സ്ഥിരീകരിച്ചു. 15/1/1962 പ്രബോധനത്തിലുള്ളതാണ്. ഇവരെന്നാണ് ഈ നിയമം മാറ്റിയത്? ജമാഅത്ത് ഇസ്ലാമി ഒരു ദൈവേതര വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥതയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും കുഞ്ചിക സ്ഥാനത്തിരിക്കുന്നതും എല്ലാം മതത്തിനെതിരാണ്, ദീനിനെതിരാണ്. അതുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ദൈവാധിപത്യം, ദൈവത്തിന്റെ ആധിപത്യം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ എന്ന് പറയുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി. അവരെന്താണ് അവരുടെ നയം മാറ്റിയത്? VD സതീശന് പറയാൻ കഴിയും. VD സതീശൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി അവരുടെ നയമൊക്കെ മാറ്റിയിട്ടുണ്ട്, പഴയതുപോലെയല്ല, ഇപ്പൊ നല്ലതാണ്. പ്രിയപ്പെട്ട VD സതീശനോട് പറയാനുള്ളത്, ഇപ്പൊ ഈ അടുത്ത കാലത്ത് വഖഫ് ബില്ലുമായി വന്ന് വലിയ ചർച്ച, വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി. വഖഫിനെതിരെ അതിശക്തമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് ആണ്. ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗം നടത്തി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കുന്നത്. സ്വാഭാവികമായി വഖഫിനെതിരെ വലിയ പ്രതിഷേധം നടത്തും. CPM-ന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നു. അതുപോലെ തന്നെ പല സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളം മറൈൻ ഡ്രൈവ് വെച്ചാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി എവിടേക്കായി സമരം നടത്തിയിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനം അവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം പ്രതിഷേധം നടത്തിയിട്ടുള്ളത് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്കാണ്. പോലീസ് അതിന് അനുമതി കൊടുത്തില്ല. അതവിടെ നിൽക്കട്ടെ. കരിപ്പൂർ എയർപോർട്ടിലേക്ക്, വിമാനത്താവളത്തിലേക്ക് CPM-ഉം മറ്റ് സംഖ്യകളും ഒക്കെ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതെന്തിനാണ്? എയർപോർട്ടില് വിമാനം ഇല്ലാതാകുമ്പോ, കരിപ്പൂർ എയർപോർട്ടിന് വിമാനത്താവളങ്ങളെ സർക്കാർ അവഗണിക്കുമ്പോ, അല്ലെങ്കിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ടതിനാണ്. ജമാഅത്ത് ഇസ്ലാമി വഖഫിന്റെ പേരിൽ നേരെ ജാഥ നടത്തി അങ്ങോട്ടാണ്. അവിടെ പോലീസ് തടഞ്ഞു. അതൊക്കെ ഉണ്ട്. ഞാനിപ്പോ അതിന്റെ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ആ ജാഥയിൽ അവർ ഉയർത്തിപ്പിടിച്ച 2 ചിത്രമുണ്ട്. ഒന്ന് സയ്യിദ് കുത്തുബ്, മറ്റൊന്ന് ഹസനുൽ ബന്ന. ഞാൻ ചോദിക്കട്ടെ സതീശനോട്ട്, ഈ കേരളത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും സമരം നടക്കുമ്പോ മഹാത്മാഗാന്ധിയുടെയോ ജവഹർലാൽ നെഹ്റുവിന്റെയോ ഇന്ദിരാഗാന്ധിയുടെയോ നെഹ്റു കുടുംബത്തിന്റെയെങ്കിലും ചിത്രം പിടിക്കാറുണ്ടോ? CPM സമര ജാഥകൾ നടത്തുമ്പോ കൃഷ്ണപിള്ളയുടെ, AKGയുടെ, കാറൽ മാക്സിന്റെ, എംഗൽസിന്റെ ആരുടെയും ചിത്രം പിടിക്കാറുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ ജമാഅത്ത് ഉയർത്തിപ്പിടിച്ചത് ആരുടെ ചിത്രമാണ്? ഹസനുൽ ബന്നയുടെയും സയ്യിദ് കുത്തുബിന്റെയും. ആരാണ് ഈ ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബും? ലോകം കണ്ട ഏറ്റവും വലിയ മത തീവ്രവാദികളാണ് ഈ രണ്ടുപേരും. ഹസനുൽ ബന്നയെ ഈജിപ്തില് തൂക്കിക്കൊന്നു. എന്തിനാണ്? ഈജിപ്ത് ഭരിക്കുന്ന ജമാൽ അബ്ദുൽ നാസറിനെതിരെ തീവ്രവാദ പ്രവർത്തനവുമായി വന്നപ്പോ പിടികൂടിയിട്ട് വെടിവെച്ചു കൊന്ന മനുഷ്യന്റെ പേരാണ് ഹസനുൽ ബന്ന. ഈ ജമാഅത്ത് ഇസ്ലാമിയോട് വളരെ വിനീതമായി ചോദിക്കാനുള്ളത്, VD സതീശൻ ഒന്ന് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ലോകം ഭരിക്കുന്ന ഒരുപാട് മുസ്ലിം രാജാക്കന്മാരുണ്ട്. ഇസ്ലാമിക രാജ്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. ആ രാജ്യങ്ങളിൽ പോയി ഹസനുൽ ബന്നയുടെ ചിത്രം ജമാഅത്ത് ഇസ്ലാമി പിടിക്കോ? സയ്യിദ് കുത്തുബിന്റെ ചിത്രം പിടിക്കോ? ഒരു മുസൽമാൻ 5 നേരം നമസ്കരിക്കുന്നത് മക്കയിലെ വിശുദ്ധ ഹറമിലേക്ക് മുഖം തിരിച്ചിട്ടാണ്. ആ സൗദി അറേബ്യയിൽ പോയിട്ട് ഹസനുൽ ബന്ന, സയ്യിദ് കുത്തുബ് എന്ന് പറയോ? ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിക്കാരുള്ള ഒരു രാജ്യമാണ് ഖത്തർ.
ഖത്തർ പോയിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അസൽ ബന്ന സയ്യിദ് കുത്തുബ് എന്ന് പറയോ? എന്താ പറയാത്തത്? പറഞ്ഞാൽ തല അവിടെ കിടക്കും, ഉടൽ ഇങ്ങോട്ട് വരും, തല വെട്ടും. ഒരു മുസ്ലിം രാജ്യത്ത് പോലും ആ പേര് പറയാൻ കഴിയാത്തത് ലോക ഇസ്ലാമിക തീവ്രവാദത്തിന്. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നല്ലോ. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരാണ് ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബും. ആ ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബിന്റെയും ചിത്രം പിടിച്ചുകൊണ്ട് ഇന്നും ജമാഅത്തെ ഇസ്ലാമി ഈ കേരളത്തിനകത്ത് പ്രകടനം നടത്തുമ്പോൾ എന്തർത്ഥത്തിലാ വി ഡി സതീശൻ പറയുന്നത്? അവരുടെ നയമാറി